ഉത്തർപ്രദേശിൽ കൊടും കുറ്റവാളിയെ വെടിവെച്ച് കീഴ്പ്പെടുത്തി പോലീസ്. കഴിഞ്ഞ ഒരു മാസമായി പ്രദേശത്ത് ഭീതി വിതച്ച കവർച്ചാ സംഘത്തിലെ തലവനെയാണ് അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ മിന്നൽ റെയ്ഡിലാണ് പ്രതി പിടിയിലായത്. ബഹ്റൈച്ചയിലെ ബൗണ്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ഒരു മാസമായി ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ മോഷണ പരമ്പരകൾക്കാണ് പോലീസിന്റെ കൃത്യമായ നീക്കത്തിലൂടെ അറുതിയായിരിക്കുന്നത്. പ്രദേശത്ത് വീണ്ടും കവർച്ച നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന രഹസ്യ വിവരമാണ് വലിയൊരു പോലീസ് ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയത്. മോഷണ കേസുകൾ തെളിയിക്കാനായി ബൗണ്ടി പോലീസിനൊപ്പം പ്രത്യേക ക്രൈം സ്ക്വാഡായ SOG ടീമിനെയും രംഗത്തിറക്കിയിരുന്നുവെന്ന് ബഹ്റൈച്ച് പോലീസ് സൂപ്രണ്ട് വിശ്വജിത് ശ്രീവാസ്തവ വ്യക്തമാക്കി. ഖൈര ബസാറിന് സമീപം ഒത്തുകൂടിയ അസ്ലമിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ വളയാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിന് നേരെ വെടിവെപ്പുണ്ടായത്. തുടർന്ന് സ്വയരക്ഷാർത്ഥം പോലീസ് നടത്തിയ തിരിച്ചടിയിലാണ് കുപ്രസിദ്ധ കുറ്റവാളിയായ അസ്ലമിന് വെടിയേറ്റത്. SOG की टीम बॉडी और तत्काल यहाँ पहुँचे और उन्हें यहाँ पर एक मोटरसाइकिल पर 3 संदिग्ध व्यक्ति दिखाई दे, जिसको जब उन्होंने ललकारा तो इस पर उन्होंने तत्काल पुलिस पार्टी पर फायर किया, जिससे आत्मरक्षा पुलिस ने भी उस पर फायर किया, जिससे एक बदमाश को गोली लगी और 2 बदमाश इसमें से भाग गए. പിടിയിലായ അസ്ലമിന്റെ പക്കൽ നിന്ന് വൻതോതിൽ കവർച്ചാ പണവും സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെടുത്തു. ഇതോടൊപ്പം പോലീസിന് നേരെ വെടിയുതിർക്കാൻ ഉപയോഗിച്ച തോക്കും വെടിയുണ്ടകളും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് പോലീസ് ഇനാം പ്രഖ്യാപിച്ചിരുന്നു. വെടിവെപ്പിനിടെ ഇരുട്ടിന്റെ മറവിൽ അസ്ലമിന്റെ 2 പ്രധാന കൂട്ടാളികൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഈ പ്രതികൾക്കായി പോലീസ് കമാൻഡോകളും പ്രാദേശിക പോലീസും ചേർന്ന് പ്രദേശത്ത് വലിയ രീതിയിലുള്ള കോമ്പിംഗ് ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്. പ്രതികൾ ഉടൻ തന്നെ വലയിലാകുമെന്നും ബഹ്റൈച്ചയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ജനം, ഡൽഹി.